സൂറത്ത് യാസീനിലെ ഒരു വാചകം, ഏതാനും വാചകങ്ങൾ നമ്മളെ ശ്രദ്ധയിലുണ്ടാകുന്നത് നല്ലതാണ്. ഒളിരിബ് ലഹും അസ്ഹാബൽ ഖറിയത്തി ഇത് ജാഅഹൽ മുർസലൂൻ ഇത് അർസൽനാ ഇലൈഹി മുസ്നൈനി ഫകദ്ദബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. അവർക്ക് ഒരു ഗ്രാമത്തിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുക, ഒരു ഗ്രാമക്കാരുടെ കഥ പറഞ്ഞു കൊടുക്കുക. ഉദാഹരണമായി, ഇത് ജാഅഹൽ മുർസലൂൻ, പ്രവാചകന്മാർ അവരുടെ അടുത്ത് ചെന്ന് സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു. ഫകദ്ദബൂഹും അർസൽനാ ഇലൈഹി മുസ്നൈനി, 2 പ്രവാചകന്മാരെ ആദ്യം അയച്ചു. ഫകദ്ദബൂഹുമ, നാട്ടുകാർ അവർ 2 പേരെയും തള്ളിപ്പറഞ്ഞു, എതിർത്തു. ഫഅസ്സസ്നാ ബിസാലിസിൻ, 3ാമത് ഒരാളെ അയച്ച് അവർ 2 പേരെയും ശക്തിപ്പെടുത്തി. എന്നിട്ട് ആ 3 ആളുകളും ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് പടച്ച തമ്പുരാൻ്റെ ഭാഗത്തുനിന്ന് അയക്കപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു. ആളുകൾ സമ്മതിച്ചില്ല. പിന്നീട് അവർ തമ്മിലുള്ള വാഗ്വാദങ്ങളും അവരുടെ ആരോപണങ്ങളും അല്ല നിഷേധങ്ങളുമായി കഴിഞ്ഞ ശേഷം അവിടെ ബഹളം നടക്കുകയാണ്. ആ സന്ദർഭത്തിലുണ്ടായ ഒരു കാര്യമാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചത്. ഫജാ റജുലുൻ മിൻ അക്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. ഈ ബഹളം നടക്കുന്നതിനിടയ്ക്ക് അതിൽ ഇടപെടാനായി ഒരാൾ പട്ടണത്തിൻ്റെ അങ്ങേ തലക്ക് നിന്ന് ഓടി വരികയാണ്. അയാൾ നാട്ടുകാരോട് പറഞ്ഞു, ഇത്തബിഉൽ മുർസലീൻ, ഈ ദൈവദൂതന്മാരെ നിങ്ങൾ പിൻപറ്റുവിൻ. എന്താണ് ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ? നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്ത ആളുകളാണിവർ. ഈ പ്രതിഫലം ചോദിക്കാത്തവരെ നിങ്ങൾ പിൻപറ്റുക. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ച ആളുകൾ എന്ന് ഉപദേശിക്കുന്നുണ്ട്. ആളുകളെ സമ്മതിക്കുന്നില്ല, ബഹളം മുക്കുന്നുണ്ട്. ഇയാൾ പോണ്. ഏതായിരുന്നാലും ഇവിടെ പറയുന്നത്, ഇദ്ദേഹം പറഞ്ഞ ഒരു തത്വം, പ്രബോധനത്തിന് വ്യക്തിപരമായ താല്പര്യം അല്ലെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും മോഹം വെച്ചുകൊണ്ടല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളെ പിൻപറ്റുവിൻ എന്ന് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ജനം ആ അർത്ഥത്തിലല്ലെങ്കിലും മനസ്സിലാക്കുകയും അങ്ങനെ ഉൾക്കൊള്ളുകയും ചെയ്തതാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഇത്ര വലിയ പ്രശസ്തി അല്ലെങ്കിൽ ഇത്രയധികം സ്വാധീനം, ഇത്രയധികം പ്രചാരണം ഉണ്ടാകാൻ കാരണം. ഏറെക്കുറെ ഒരു നൂറ്റാണ്ട് കാലത്തെ തീവ്രമായ ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. ഈ ശ്രമം നടത്തിയവരാരും വ്യക്തിപരമായ എന്തെങ്കിലും ലക്ഷ്യം നേടുന്നതിന് വേണ്ടി പ്രവർത്തിച്ചില്ല. മറിച്ച് ഈ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് പരിവർത്തിപ്പിക്കുകയും അവരെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ശ്രമം. ആ ശ്രമം വമ്പിച്ച ഫലമുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു പ്രതിഫലം കാക്ഷിക്കാതെ പ്രബോധനം ചെയ്യുന്ന ആളുകളെയാണ് പിൻപറ്റേണ്ടത്, അവരാണ് സന്മാർഗചാരികൾ എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരാളുടെ വാദം എടുത്തു പറഞ്ഞല്ലോ. അതേ അവസ്ഥയാണ് യഥാർത്ഥ ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തിപരമായ യാതൊരു താല്പര്യവുമില്ല. നിങ്ങൾ ഈ കാര്യം അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും അതിലേക്ക് വരികയും ചെയ്യുക. നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞു. ജനങ്ങളെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. ജനം മാറി. കേരളത്തിലെ ഈ ഇസ്ലാഹി പ്രസ്ഥാനം ആരംഭിക്കുന്നതിൻ്റെ മുമ്പുള്ള അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വലിയ മാറ്റങ്ങൾ ആളുകളുടെ ചിന്താഗതിയിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ പൊതുവായിട്ടുള്ള നിലക്ക് ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേ അവസരത്തിൽ അതിനെ എതിർക്കുന്ന ആളുകൾ, എതിർത്ത് നിൽക്കുന്ന ആളുകളെ യഥാർത്ഥത്തിൽ നോക്കിയാൽ അവർക്കൊക്കെ വ്യക്തിപരമായോ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ട് എന്ന് കാണാൻ കഴിയും. ഞാൻ ഏതെങ്കിലും വ്യക്തികളെ എടുത്ത് പറയുന്നില്ല. അപ്പോൾ നമ്മൾ പറയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ അന്ധവിശ്വാസമായി മുസ്ലിം സമൂഹത്തെ നമ്മൾ ഉണർത്തുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തൊരു കാര്യമാണ് ഈ ഖബറാരാധന. യഥാർത്ഥത്തിൽ ഈ ഖബറാരാധനയ്ക്കിൻ്റെ പിന്നിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പാണ്. ഈ കാര്യങ്ങൾ ശരിയല്ലെന്നറിഞ്ഞാലും അവർ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് വരുമാനം കിട്ടുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇസ്ലാഹി പ്രസ്ഥാന രംഗത്ത് ആദ്യം പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലത്തൊക്കെ ഈ
ഖബറാരാധനക്കെതിരിൽ ശക്തമായി വയത് പറയും, പ്രസംഗിക്കുമ്പോൾ ആളുകൾ എതിർക്കും ചെയ്യും. പക്ഷെ അന്ന് ഞാൻ ആളുകളോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ അന്ന് ചോദിച്ചിരുന്ന ആളുകൾ ചോദിച്ചിരുന്നത് ഖബറ പിന്നെ എന്താണ് ജാർത്തിങ്ങ പോയി സലാം ചെല്ലാൻ പറഞ്ഞ സന്ദർശനം പാടില്ലേ? എന്തുകൊണ്ട് ഖബർ സിയാറത്ത് സുന്നത്തല്ലേ, എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നവർ ചോദിച്ചിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ചോദിക്കാറുള്ള ചെറുപ്പക്കാർ ഞങ്ങൾ ചോദിക്കാറുള്ള ആയിക്കോട്ടെ, ഖബർ സിയാറത്ത് സുന്നത്ത് തന്നെയാണ്, അതിനുവേണ്ടി പിന്നെ ഇത് കെട്ടുകെട്ടി പോകേണ്ടതില്ല. എനിക്ക് കുറച്ച് അങ്ങനെ സമ്മതിക്കുക, തൽക്കാലം കെട്ടുകെട്ടിപ്പോയി. അവിടെ ചെന്നിട്ട് നിങ്ങൾ മരിച്ചു കിടക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, എന്നിട്ട് അയാൾക്ക് സലാം പറയും. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ അവിടെ കുറേ ആൾക്കാർ പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് കുത്തിരിക്കുന്നുണ്ടാവും പിരിവിന്. അവരോടും പറയും അസ്സലാമു അലൈക്കും, എന്നാൽ പോട്ടെട്ടോ, പിന്നെ കാണാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരും. ഒരു സുന്നത്തും നിങ്ങൾ ഒഴിവാക്കണ്ട. സുന്നത്ത് ഖബർ സന്ദർശനം സുന്നത്താണ്. പിന്നെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് സലാം ചെല്ലലും സുന്നത്ത് തന്നെ. ഒരു കാശ് അവിടെ കൊടുക്കരുത്, ഇങ്ങോട്ട് ഇറങ്ങിപ്പോതാൻ മതി. 2 കൊല്ലത്തിലേറെ ഒരു ജാറവും ബാക്കിയാവില്ല. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ഖബർ സിയാറത്തിന് പോകട്ടെ, ഖബർ സിയാറത്ത് നടത്തട്ടെ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, മടങ്ങിപ്പോരുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് സലാം പറഞ്ഞ് പോരട്ടെ, പണമൊന്നും കൊടുക്കരുത്. പിന്നെ എന്തുകൊണ്ട് നിലനിൽക്കുന്നു പറഞ്ഞാൽ നമ്മൾ പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പണം അനുഭവിക്കുന്നത് മരിച്ചെടുക്കുന്ന ആളല്ല. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ബസ് കയറി പോയോ, കാറ് പിടിച്ചു പോയോ, അത്യധ്വാനം ചെയ്തു പോയോ, അയാൾക്ക് യാതൊരു ഫലവുമില്ല. പിന്നെ ഇതിൻ്റെ പ്രചാരകന്മാർക്കാണ്. ആ രീതിയിൽ ഇവരെ പിൻപറ്റാൻ പാടില്ല. നിങ്ങൾ പിൻപറ്റേണ്ടത് ഭൗതികമായ ലക്ഷ്യമില്ലാത്ത പ്രവാചകന്മാരെയാണ് എന്ന് പറഞ്ഞത് കണക്കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണക്കൂട്ടാൻ സാധിക്കും. എവിടെ നോക്കിയാലും ഈ അന്ധവിശ്വാസത്തിൻ്റെ പിന്നിൽ ഒരു പിരിവുണ്ടാവും. ഒരിക്കൽ ഞാൻ പിന്നെ 1970കളിലാണ് തോന്നുന്നത്, ഞാനും അന്നത്തെ KNMൻ്റെ ജനറൽ സെക്രട്ടറി KP മുഹമ്മദും മൗലവിയും കൂടി ഒരാവശ്യത്തിന് ഡൽഹി പോയി. അപ്പോൾ അവിടെ സാധാരണ ഡൽഹി പോയാൽ എല്ലാവർക്കും അറിയാം, പള്ളിൻ്റെ പുറത്ത് ചെരുപ്പ് വെക്കൂല, നല്ല ചെരുപ്പാണെങ്കിൽ അതേറ്റാണ്ട് ഉള്ളിലേക്ക് പോരാ. കാരണം അത് എടുത്തുകൊണ്ടാൻ വേണ്ടി ആൺകുട്ടികൾ ഇങ്ങനെ അവിടെ ഇടാവും. അപ്പോൾ തരക്കടില്ലാത്ത ചെരുപ്പായതുകൊണ്ട് ഞാനും എൻ്റെ ചെരുപ്പ് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിക്കണതിൻ്റെ മുമ്പിൽ വെച്ച് നിസ്കരിച്ച്, എന്നിട്ട് മറ്റേ വലിയപള്ളി ജുമാഅത്ത് പള്ളീൻ്റെ ഭാഗം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഈ ചെരുപ്പേറ്റ് ഇങ്ങനെ ചെന്നപ്പോൾ കിഴക്ക് വടക്കേ മൂലയിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു റൂം, ആ റൂമിൻ്റെ പിന്നെ പടിയിൽ ഒരു മാർബിളിൻ്റെ ഒരു കഷ്ണം, ഒരു പലക, അതിലൊരു കാലിങ്ങനെ വെച്ച മാതിരി അടയാളം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് നബിൻ്റെ കാലടിയാണ്. അത് പ്രദർശിപ്പിച്ചിട്ട് പൈസ വാങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഈ ചെരുപ്പേറ്റ് നിന്ന് എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ അതിൽ ഒരുത്തം വിളിച്ചു പറഞ്ഞു, ഓ ചപ്പൽ ലേക്കർ ഇതർ മാത്താവോ ഭായി. അപ്പം ഞാൻ അവരോട് ചോദിച്ചല്ല ഖുദാസെ ബടാ കോൻ ഹൈ ഇതർ. അപ്പോൾ ഖുദാസെ ബടാ കോയി നീ ഭായി. എന്താണ് ചോദിക്കാറ്? ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇത് മുന്നിൽ വെച്ചിട്ട് നിസ്കരിക്കണതിൻ്റെ മുമ്പിൽ വെച്ച് പടച്ചോൻ നിസ്കരിച്ചു, ഒരുത്തൻ തടഞ്ഞില്ല. ഇതേച്ച് ഇവിടെ വരുമ്പോൾ എന്ത് വകയില തടച്ചിൽ? അപ്പം പിന്നെ വരുന്നും മുണ്ടില്ല. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചപ്പോൾ ഈ മാർബിൾമ ചവിട്ടി ഈ നിലക്ക് അടയാളുടെ ഈ മണ്ണിൽ കൂടെ എങ്ങനെ നടന്നത്? നബി മണ്ണിൽ കൂടെ അല്ലേ നടന്നുണ്ടാകുക. അപ്പോൾ അതല്ല ഇവിടെ പ്രശ്നം. ഇത് പ്രദർശിപ്പിക്കുന്നവനും മുഹമ്മദ് നബിൻ്റെ മഹാത്മ്യം വിളിച്ച് ഉദ്ഘോഷിക്കുകയാണെന്ന് അഭിനയിക്കുന്നവർക്കും ഒക്കെ അതിന് പൈസ കിട്ടില്ല. പൈസ പിരിച്ചിൽ എവിടെയൊക്കെയാണ് നിങ്ങൾ വിചാരം? അതേ യാത്രയിൽ തന്നെ അക്ബറിൻ്റെ ഖബർ കാണാൻ പോയി. അക്ബർ എന്ന് പറഞ്ഞാൽ വലിയ രാജാവാണ്, അയാളുടെ പിന്നെ ഭയങ്കര കെട്ടിടമാണ് അയാളെ ഖബർ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഖബർ ഇങ്ങനെ മുകളിലാണ്, പക്ഷേ യഥാർത്ഥ ഖബർ അടിയിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മാർബിളിൻ്റെ ഒരു പിന്നെ ചവിട്ടുപടി ഇങ്ങനെ ചവിട്ടിയിട്ടാണ്ട് ഇറങ്ങി ചെന്നാൽ അവിടെയാണ് ശരിയായ ഖബർ. അവിടെ ഇങ്ങനെ ചെന്നപ്പോൾ അവിടെ ഉണ്ട് ഒരു ചത്ത അടിക്കാൻ, അയാൾ ഒരു പെട്ടി അയച്ച് കുത്തിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ചെന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, കുറിച്ച് ഡാലോന്നാ ഭായി.
അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാത്ത എനിക്ക് മനസ്സിലാത്ത മാതിരി തോന്നിയപ്പോൾ ആൾ പറഞ്ഞു ബാദുഷാക്ക് കുച്ചിട്ടാലോനാ. അപ്പോൾ ഞാൻ ബാദുഷാക്ക് ക്യാ കരേഗാ പൈസ, ഈ ഫക്കീർ का पैसा बादशाह क्या करेगा? അതിൽ ഇയാളിനെ നോക്കിയ നോട്ടം എപ്പോഴും എൻ്റെ മനസ്സിൽ മിടിപ്പുണ്ടായി. ഞാൻ വേറെ ആരുമില്ല, ഞാൻ പതുക്കെ അവിടുന്ന് കയറിപ്പോന്നു. ഈ രീതിയിൽ എങ്ങനെയൊക്കെ ജനങ്ങളെ അന്ധവിശ്വാസം ദുരുപയോഗപ്പെടുത്തുകയും പണമാക്കി മാറ്റുകയും സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാമോ, അതിന് വേണ്ടിയുള്ള പരീക്ഷണം നടക്കുക മാത്രമല്ല സാർവത്രികമായി അത് മഹാപവിത്രമായ അമലായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്ന കാലത്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ നേതാക്കൾ അരയും തലയും മുറുക്കി ഇറങ്ങുകയും അവരെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയും ഇസ്ലാമിൻ്റെ സാക്ഷാൽ സ്വഭാവം ഇന്നതാണ്, യഥാർത്ഥത്തിൽ പരലോക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പരലോകത്ത് മോക്ഷം ലഭിക്കാവുന്ന തരത്തിലുള്ള വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാനാണ്, പഠിപ്പിക്കാനാണ് വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിഞ്ഞത്. പക്ഷേ നമ്മൾ ആളുകൾക്ക് എന്താ പറയുക, ഖുർആൻ ആർക്കും മനസ്സിലാവുന്നല്ലേ. അന്നത്തെ വാദം അതാണ്, ഖുർആൻ ആർക്കെങ്കിലും മനസ്സിലാവും. അത് ഓതാൻ വേണ്ടി എന്നല്ലാതെ ഫാത്തിഹ വരെ അർത്ഥം പഠിക്കേണ്ടതില്ല എന്ന് പുസ്തകം എഴുതിയ ആളുകളുണ്ട് നമ്മളെ കൂട്ടത്തിൽ. പക്ഷേ ഇന്ന് സംഗതി മാറി. ഇന്നിപ്പോൾ ഖുർആൻ പഠനവും മനനവും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഖുർആൻ പഠിക്കുന്നുണ്ട്, വലിയ അംഗീകാരമാണ്. ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ വന്നിരുന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുവാൻ ആവശ്യമായിട്ടുള്ള മാർഗദർശനം അടങ്ങുന്ന ഒരു തത്വസംഹിതയാണിത്. അത് എല്ലാവരും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് എന്ന ധാരണ തന്നെ മുസ്ലിങ്ങളിൽ നിന്ന് ഇവിടുന്ന് പോയിരുന്നു. ഇന്നോ അത് തിരിച്ചു കൊണ്ടുവന്നതിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിലുള്ള പങ്ക് ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ ഖുർആൻ പഠനവും മനനവും എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കൊസറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, പിന്നെന്ത് മനനം, അത് ദുർവ്യാഖ്യാനം. വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ അതനുസരിച്ച് നന്നായ അപകടമാകുമല്ലോ. ആ ഖുർആൻ പഠിക്കുമ്പോഴാണെന്ന് നന്നാവും ചെയ്യരുത്. അതിന് മനനവും എന്ന് പറയാണോ എന്നറിയില്ല. ഏതെങ്കിലും ആകട്ടെ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ആളുകൾ തയ്യാറായ അവസ്ഥ ചില്ലറ കാര്യമല്ല. ഈ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ക്രമപ്പെടുത്തിയെടുത്താൽ പിന്നെ യാതൊരു പേടിക്കാനുമില്ല. ഭൗതികമായ യാതൊന്നും അനുഭവിക്കാൻ പാടില്ല, ഒരു പുരോഗതി ഉണ്ടാകാൻ പാടില്ല എന്നില്ല. ആകാശത്തോളം ഉയരുവാനും ധ്രുവങ്ങളോളം വികസിക്കുവാനും ഒരു മുസ്ലിമിന് സ്വാതന്ത്ര്യമുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടതിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് നമ്മളെ വിശ്വാസങ്ങളും ആചാരങ്ങളും ക്രമപ്പെടുത്തുക. അതൊരുപാട് നേരം പറഞ്ഞു നിർത്തിക്കട്ടെ, അതന്നെയാണ് ഇപ്പോൾ നമ്മളൊക്കെ പഠിപ്പിക്കുന്നു പറയുന്നു. പക്ഷേ ഒരു ചെറിയ ഉദാഹരണ മുഖേന ഞാൻ ആളുകളോട് അത് പറയലുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു പിന്നെ എക്സിബിഷൻ നടക്കുകയാണ്. അപ്പോൾ ആ എക്സിബിഷനിൽ ഒരു സ്ഥലത്ത് വളരെ കൂടുതൽ ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ അത്ര കാര്യമായിട്ട് അവിടെ എന്ന് പറഞ്ഞാൽ, അവിടെ ചെന്നപ്പോൾ കരിങ്കല്ലിൽ ഒരാനയെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആനയല്ലാന്ന് ഒരുത്തരും പറയാൻ കഴിയാലും ജീവനില്ലാന്ന് മാത്രം. ആളുകൾ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ ആരോ ചോദിച്ചു, ഇത്ര തന്മയത്വത്തോടു കൂടി ഇത്ര കൃത്യമായി എങ്ങനെ ഒരു കരിങ്കല്ലിൽ ഒരു ആന ഉണ്ടാക്കുക എന്ന് ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞു, അതാ ഉണ്ടാക്കിയ ആൾ. അയാളോട് ചോദിച്ചാൽ മതിയാണ്. അപ്പോൾ എല്ലാവരും കൂടി അയാളെ പിന്നാലെ കൂടി അയാളോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഒരു ആന? അയാൾ പറഞ്ഞു, ഒരു പ്രയാസമല്ല, നിങ്ങൾക്കും ചെയ്യാം. എത്ര വലിയ ആനയാണ് വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുക. അത്ര വലിയൊരു കല്ലിൻ്റെ അടുത്ത് നിന്ന് നിൽക്കുക, ഒരു കയ്യിൽ ഉളിയും മറ്റേ കയ്യിൽ ചുറ്റിക്കുകയും വേണം. എന്നിട്ട് അഴിമേൽക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആനയെല്ലാം തോന്നുന്ന പാകാണ് ചെത്തിക്കളഞ്ഞാൽ മതി, ആനയായി. ഞാനും അത് മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ അതേ അവസ്ഥയാണ് നമുക്ക് ജനങ്ങളോട് പറയുള്ളൂ. ഒന്നും ഒരു പ്രശ്നമല്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുമ്പിൽ വെക്കുക. എന്നിട്ട് നമ്മുടെ വിശ്വാസവും ആചാരവും അതിനോട് യോജിക്കുന്നുണ്ടോ നോക്കുക. യോജിക്കാത്ത ചെത്തിക്കളയുക, മിണ്ടാണ്ട് നിൽക്കുക. മുജാഹിദ് ആടുന്നില്ല, അന്നൊക്കെ അങ്ങനെയാണ്, പെണ്ണ് കെട്ടിച്ച് തരൂല എന്നാണ്. നിങ്ങൾ പെണ്ണ് കെട്ടിച്ചും വേണ്ട, കണ്ട സലാം പറയും വേണ്ട, ഇത് ചെയ്താൽ മതി. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും എന്താണ്, അതിന് നമ്മളെ വിശ്വാസം വെക്കുക, നമ്മൾ ആചാരങ്ങളും വെക്കുക. യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ലെങ്കിൽ ചെത്തിക്കളയുക, യോജിക്കുന്നുണ്ടെങ്കിൽ അവിടെ നോട്ടെ.
ആ രീതിയിൽ വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും ജനങ്ങളെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മടക്കിക്കൊണ്ടുവരികയും അതേ അവസരത്തിൽ അതിനനുസൃതമായി പോകുമ്പോൾ അവർക്ക് ഹലാലായ അനുവദനീയമായ ഭൗതികമായ നേട്ടങ്ങളും അഭിവൃദ്ധിയും ശക്തമായി അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും അവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്ത കൂട്ടത്തിൽപ്പെട്ടതാണ് ഇസ്ലാഹി പ്രസ്ഥാനം.